അത് നമ്മൾ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ നമുക്ക് തോന്നുന്നത്. നമ്മൾ തന്നെ പല കുറ്റകൃത്യം ചെയ്ത് ജയിലിൽ കഴിയുന്ന ആളുകൾ പരീക്ഷ എഴുതാൻ വേണ്ടി കോടതി എസ്കോർട്ട് കൊടുത്ത് പോയി പരീക്ഷ എഴുതാറുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇതിനെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അവർ നേരത്തെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പഠിച്ച കുട്ടികൾ ഇങ്ങനെ സംഭവം ഉണ്ടായി. ഇത് വിദ്യാഭ്യാസ അവകാശം ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു സംഗതികളിലൂടെ അത് പരിഗണിക്കേണ്ട. അപ്പോൾ താമരശ്ശേരിയിൽ ഷഹബാസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ പുരോഗതി വിശദീകരിക്കുകയാണ് റൂറൽ SP ബൈജു സാർ. ഈ അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണുള്ളത്? എന്താണ് നമ്മുടെ ഒരു അന്വേഷണം? നമ്മൾ അവരുടെ വീടുകൾ റെയ്ഡ് നടത്തി കിട്ടിയ ആയുധങ്ങൾ, അതേപോലെ മൊബൈൽ ഫോൺ, അതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ കോടതി ഹാജരാക്കണം. അതിനുശേഷം അത് സൈബർ സെല്ലിൽ അയച്ചിട്ട് പരിശോധന നടത്തണം. അതിനുശേഷം അവരുടെ ഗ്രൂപ്പിൽ അവരുടെ ചാറ്റ് ഹിസ്റ്ററി എടുത്തിട്ടുണ്ട്, അത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അതുകൂടാതെ CCTV ഫുട്ടേജുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ 65B സർട്ടിഫിക്കറ്റ് പ്രകാരം. അതിൻ്റെ അകത്ത് ഈ അവർ വന്ന വാഹനങ്ങൾ, ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കൂട്ടം വെച്ചാൽ ഈ ഉപദ്രവിച്ച ആളുകൾ വരാണ്, അവരുടെ കൂടെ ഉള്ള ആളുകൾ ഇൻസ്റ്റിഗേഷൻ വല്ലതും കൊടുത്തിട്ടുണ്ടോ, പ്രേരിപ്പിച്ചിട്ടുണ്ടോ, ആ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഇപ്പം തന്നെ പേരൻസ് സ്റ്റഡി ലീവ് പീരീഡാണ്. സാധാരണ കുട്ടികൾ പഠിക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. പരീക്ഷ ഇപ്പോൾ ഇന്ന് പ്രൊട്ടക്ഷൻ കൊടുത്ത് അവരെ പരീക്ഷ എഴുതാൻ വേണ്ടി ഓർഡറായി. അപ്പോൾ പേരൻസ് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് ഇങ്ങനെ പോയി വഴക്കുണ്ടാക്കുന്നൊരു ഒരു അൺനാച്ചുറൽ എന്നേ പറയാൻ പറ്റുള്ളൂ ആ ഒരു ഇത് കാണുമ്പോൾ. അപ്പോൾ അതാണ് പരിശോധിക്കേണ്ടത്. പിന്നെ ഒരു കുട്ടിയുടെ പേരൻറ്റിനെ വേറെ പശ്ചാത്തലം പറഞ്ഞു. പക്ഷേ പല കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് പ്രകാരം ഒരു കേസേ ഉള്ളൂ അയാളുടെ പേരിൽ. അതൊരു ഗ്രാവിറ്റി ഉള്ള കേസല്ല. പക്ഷേ അയാളുടെ കൂട്ടുകെട്ടുകൾ മറ്റുള്ള ആളുകളുമായിട്ടൊക്കെ ബന്ധങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വരുന്നുണ്ട്. അപ്പോൾ അയാളുടെ ഭാഗത്തുനിന്ന് ഈ ഒരു തരത്തിലൊരു ഇതുവരെ അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് പരിശോധിച്ച് വരികയാണ്. ഈ കുട്ടിയുടെ ഷഹബാസിൻ്റെ കുടുംബം ആരോപിക്കുന്നത് ഇതുപോലെ പ്രതിക്കില്ല അല്ലെങ്കിൽ കുട്ടികളുടെ ബന്ധുക്കൾക്ക് ഈ ക്രിമിനൽ പശ്ചാത്തലം, രാഷ്ട്രീയ പശ്ചാത്തലം, അങ്ങനെ പല തലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പരിശോധിക്കാമെന്നൊരു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ബന്ധം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? അല്ല, അത് ആരോപണം നമ്മൾ പരിശോധിക്കാമെന്നേ പറയാൻ പറ്റൂ. ഇതുവരെ നമ്മുടെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു പശ്ചാത്തലം കാണുന്നില്ല. പക്ഷേ ആളുകൾക്ക് ഒരു അവരുടെ ഒരു വിദ്യാഭ്യാസ അവകാശം, പരീക്ഷ എഴുതേണ്ട സംഗതികൾ, പരീക്ഷ എഴുതാൻ അനുവദിക്കാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ നിയമത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് രാജ്യത്തിൻ്റെ ഭരണഘടനയുണ്ട്, അതനുസരിച്ചുള്ള കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ നേരെ മറിച്ച് നിയമത്തിൻ്റെ ഒരു കഠിനമായ ശിക്ഷ കിട്ടുന്നതിനുള്ള തെളിവുകൾ ശേഖരിച്ച് അത് കോടതി മുമ്പാകെ പോലീസ് ഹാജരാക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ അതിനെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ കുട്ടികളുടെ ഭാവി ആലോചിച്ച് നോക്കണം. ഇങ്ങനെയുള്ള ആളുകളിപ്പോൾ അവരെന്ത് പഠിച്ച് പാസ്സായാലും അവരുടെ ഭാവി ഒരു നല്ല രീതിയിൽ പോകുമെന്ന് ചിന്തിക്കാൻ കഴിയില്ല. ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിൽ പെട്ടിട്ട് ഇപ്പോൾ ജുവനൽ ഹോമിൽ കഴിയുന്നൊരു കുട്ടി ഇപ്പോൾ പരീക്ഷ പ്രൊട്ടക്ഷൻ കൊടുത്താലും നല്ല രീതിയിൽ അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയുമെന്നുള്ളത് നമുക്കറിയില്ല. അവർക്കൊരു എന്തൊക്കെ പറഞ്ഞാലും ഒരു സംഭവം ഉണ്ടായി, അതിനൊരു ഭാഗമായിട്ട് ആ കുട്ടി മരണപ്പെട്ടു. പിന്നെ ഇപ്പം നമ്മൾ പുറത്തു വന്ന കാര്യങ്ങൾ, മീഡിയയിൽ വന്ന വാർത്ത കാര്യങ്ങൾ, കൊല്ലും എന്ന് ഞാൻ പറഞ്ഞ പോലെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞതായിട്ടൊക്കെ പറയുന്നുണ്ട്. ഒരു ആസൂത്രണം അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു വിദ്യാസംഘർഷം അപ്പുറത്തേക്ക് ഒരു ഡെപ്ത് കാണുന്നുണ്ട്. ഈ സംഭവം വെച്ച് നോക്കുമ്പോൾ കുട്ടികളുടെ ഒരു പ്രാകൃതമായ ഒരു സംഭവം. നമ്മളിപ്പോൾ സ്റ്റഡീസ് തന്നെ 2000-ന് ശേഷം ജനിച്ച കുട്ടികളുടെ IQ അതൊക്കെ ഒരു നമ്മളുടെ ജനറേഷനുമായിട്ട് വ്യത്യാസപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നത് ഇപ്പോൾ അവരുടെ ചാറ്റ് ഹിസ്റ്ററി പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പല കേസുകളും വേറെ കേസ് പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു കുറ്റകൃത്യം ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്ത് കുറ്റകൃത്യം ചെയ്ത ആളുകളുണ്ട്. പക്ഷെ അത് കുട്ടികളല്ല, പ്രായപൂർത്തിയ ആളുകളാണ്. അതൊക്കെ ഒന്ന് പരിശോധിച്ച് വരികയാണ്, അതിനുശേഷം പറയാൻ കഴിയും. ഇപ്പോൾ ഈ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിൻ്റെ വലിയ പ്രതിഷേധങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നിയമപരമായിട്ട് ഏത് വരെ നമുക്ക് അല്ലെങ്കിൽ ഒരു അടുത്ത വർഷം നടത്താമായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു രക്ഷിതാവ് ഉൾപ്പെടെ. അത് നമ്മൾ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ നമുക്ക് തോന്നുന്നത്. നമ്മൾ തന്നെ പല കുറ്റകൃത്യം ചെയ്ത് ജയിലിൽ കഴിയുന്ന ആളുകൾ പരീക്ഷ എഴുതാൻ വേണ്ടി കോടതി എസ്കോർട്ട് കൊടുത്ത് പോയി പരീക്ഷ എഴുതാറുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇതിനെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അവർ നേരത്തെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പഠിച്ച കുട്ടികൾ ഇങ്ങനെ സംഭവം ഉണ്ടായി. വിദ്യാഭ്യാസ അവകാശം
ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു സംഗതികളിലൂടെ അത് പരിഗണിക്കേണ്ടത്. അപ്പം ഒരു നിയമത്തിൻ്റെ മുമ്പിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുടെ ഒരു ഡ്യൂട്ടിയാണ് അവർക്ക് പരീക്ഷ എഴുതാനുള്ള സംവിധാനം ഒരുക്കേണ്ടത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പോലീസിനോട് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞത്. അതാണ് നമ്മൾ കൊടുത്തത്. തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ തന്നെ അവരുടെ ഈ പ്രവൃത്തിക്കെതിരായിട്ടുള്ളതാണ്. അതും അതിൻ്റെ വഴിക്ക് പോകും, അതേ പറയാൻ കഴിയുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ തുടരന്വേഷണം, ഈ തെളിവെടുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകുമോ, അതോ ഈ ജുവനൈൽ ആക്ടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെയായിരിക്കും നടത്തുക? അല്ല, ആക്ടിൻ്റെ പരിധി ഒന്ന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. കുട്ടികളെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താൻ ഇതൊക്കെ ഉണ്ടാവും? അത് അങ്ങനെ ഇതുവരെ നമുക്കെല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ കുട്ടികൾ നമ്മൾ പോലീസിൻ്റെ യൂണിഫോം ഇട്ട് അല്ലെങ്കിൽ അങ്ങനൊരു സ്റ്റേഷനിൽ കൊണ്ടുപോയി നടപടി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിയമത്തിൻ്റെ ഒരു പരിധിക്കുള്ളിൽ നിന്ന് ചെയ്യും. ശരിക്കും ഇവരെ ഒരു വൈഡായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ കുട്ടികൾ കുറേ അക്രമാസനം വർദ്ധിക്കുന്നുണ്ട്, മൊത്തത്തിൽ എങ്ങനെയാണ് പോലീസ് ഇതിനെ കാണുന്നത്? പോലീസിൻ്റെ ഇടപെടലുകൾ ഈ കാര്യത്തിൽ ഇടപെടാൻ അത് പോലീസിന് മാത്രം പറയേണ്ട സംഗതിയല്ല, അത് സമൂഹത്തിലുള്ള ഒരു മൂല്യച്യുതിയാണ്. അപ്പം നമ്മൾ പരിശോധിക്കേണ്ടത് മാതൃകയാകേണ്ട ആളുകൾ, പേരൻസ് മാതൃകയാകാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെയാണ്, നേരത്തെ സ്റ്റഡി ലീവ് പീരീഡിൽ പോലും ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആ കുടുംബത്തിൽ അവരുടെ സാന്നിധ്യം, പേരൻസ് എങ്ങനെ കുട്ടികളുടെ ശ്രദ്ധാലുക്കളാണ് അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അല്ലെങ്കിൽ പൊതുവായ കാര്യങ്ങളിൽ, അത് അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികൾ പരീക്ഷ എഴുതുന്നു. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ട് ബാക്കിയുള്ള കുട്ടികൾ നമ്മൾ ഈ തുലാസിലേക്ക് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറയാനുള്ളത്. എന്നാലും പോലീസിൻ്റെതായ രീതിയിൽ അവബോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്നെ സ്കൂൾ തലത്തിലൊക്കെ നടത്താറുണ്ടല്ലോ, അത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് ഈ ഒരു സാഹചര്യത്തിൽ കുറേ കൂടി ശ്രദ്ധ വയ്ക്കുക. തീർച്ചയായിട്ടും അതിപ്പോൾ ജനമൈത്രി പോലീസിങ് നമ്മളൊന്നുകൂടി പൂർവാധികം ശക്തിയോടുകൂടി ചെയ്യേണ്ടതുണ്ട്. പിന്നെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ വേണം ഇങ്ങനെയുള്ള സംഗതികൾ. ഇപ്പോൾ ട്യൂഷൻ സെൻ്റർ എടുക്കണം, ട്യൂഷൻ സെൻ്ററിൽ പല സ്കൂളിലെ കുട്ടികളുണ്ട്. അപ്പോൾ അവിടെ ഒരു ആനുവൽ ഡേയുടെ ആവശ്യമുണ്ടായിരുന്നോ പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ആനുവൽ ഡേയിൽ ഇപ്പോൾ നമ്മൾ കാസർഗോഡ് സംഭവം കണ്ടില്ലേ? അപ്പോൾ ആനുവൽ ഡേക്ക് സമയത്ത് കുട്ടികൾ കഞ്ചാവ് കൊടുക്കാൻ പുറത്തുള്ള ആളുകൾ വരുന്നു. കഞ്ചാവ് കൊടുത്ത ആളെ പോലീസ് പിടിച്ചപ്പോൾ കഞ്ചാവ് കൊടുത്ത ആളുകൾ, വിൽപ്പനയ്ക്ക് വന്ന ആളുകൾ പോലീസിനെ ആക്രമിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ സ്കൂളുകളിലൊക്കെ ഓപ്പൺ ഹൗസ് വെക്കും. ഒരു മാസത്തിൽ കുട്ടികളുടെ പേരൻസിനെ വിളിച്ച് ടീച്ചേഴ്സുമായിട്ട് സംവദിക്കും. എത്ര പേരൻസ് സമയം കണ്ടെത്തി പോകുന്നുണ്ട് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ആ ഒരു പരിശോധന എല്ലാവരും സമൂഹത്തിലുള്ള കുട്ടികളുടെ മാതാപിതാക്കളാണ് ആദ്യം വിചാരിക്കേണ്ടത്. സ്കൂളിൽ അയച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞു, പിന്നെ എല്ലാ സാറന്മാരുടെയും സ്കൂളിൻ്റെയും ഉത്തരവാദിത്തമാണ് എന്ന് ചിന്തിച്ചാൽ കാര്യങ്ങൾ നടക്കില്ല, പരിധി വിട്ടുപോകും. ഈ ട്യൂഷൻ സെൻറ്ററിൽ DJ നടന്നു എന്നൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ അനുമതി ശരിക്കും ഉണ്ടായിരുന്നത്? അതിനെപ്പറ്റി പരിശോധിച്ച് വരികയാണ്. നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് തെളിവ് കിട്ടിയേക്കഴിഞ്ഞാൽ മാത്രമേ അതിനെപ്പറ്റി പറയാൻ കഴിയുള്ളൂ. എന്തായാലും അന്വേഷണം അതിൻ്റെ രീതിയിൽ നടക്കുന്നുണ്ട്. അതേസമയം പരീക്ഷ തടയുക എന്നുള്ളതൊന്നും നിലവിൽ നിയമപരമായ സാധ്യതയില്ല. അതേസമയം ബാക്കി എല്ലാ നിയമ നടപടികളിലും തെളിവെടുപ്പ് ഉൾപ്പെടെ നടപടികളിലേക്ക് മുന്നോട്ട് പോകുമെന്നാണ് റൂറൽ SP പറയുന്നത്. നിതിൻ ഗോപിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.